പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ബൈബിൾ പഠനം തുടരുകയാണ്. നാം ഇപ്പോൾ രാജാക്കന്മാർ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിലാണ്. 3-4 അധ്യായങ്ങൾ നമ്മൾ പെട്ടെന്ന് തീർക്കുകയാണ്. അവിടെ സോളമൻ്റെ വിജ്ഞാനത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് വളരെ മികവുള്ള ഉന്നതനായ രാജാവായിരുന്നു സോളമൻ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ് പ്രശസ്തിയുടെ കൊടുമുടിയിൽ ഇസ്രായേൽ എത്തിയത്. സമ്പൽ സമൃദ്ധിയിലും മുൻപിൽ, എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തി നിന്ന് ആ പ്രദേശത്തെ ഒരു വലിയ സമ്രാട്ടായി സോളമൻ പരിണമിച്ചു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും, രാജ്യഭരണത്തിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും, അതുപോലെ തന്നെ മറ്റ് അന്താരാഷ്ട്ര ബന്ധങ്ങളിലും, വ്യവസായത്തിലും, ശാസ്ത്രം, സാഹിത്യം, സൈനിക സംവിധാനം എന്നിവയിലെല്ലാം അദ്ദേഹം വിരാജിച്ചു എന്ന് മാത്രമല്ല, നല്ല ഒന്നാന്തരം സാഹിത്യകാരനും കൂടിയായിരുന്നു, നല്ല എഴുത്തുകാരനായിരുന്നു. അതുകൊണ്ടാണല്ലോ സോളമൻ്റെ പേരിൽ നമുക്ക് 2-3 ഗ്രന്ഥങ്ങളുള്ളത്. വളരെ വിജ്ഞാനക്കുറിയായ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഫറവോയുടെ മകളെ വിവാഹം കഴിച്ചു. അവിടെയാണ് അപകടം ആരംഭിക്കാൻ പോവുകയാണ്. അതെന്തുകൊണ്ടാണ്? ഫറവോയുടെ കീഴിൽ അടിമകളായി തീർന്നിരുന്ന ഒരു ജനസഞ്ചയത്തിൻ്റെ രാജാവ് ആ അടിമത്തത്തിൻ്റെ പ്രതികാരം എന്ന നിലയിൽ ഫറവോയുടെ മകളെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ ഒരു വൻ നേട്ടമായിട്ട് ഇദ്ദേഹം കരുതി. രാഷ്ട്രതന്ത്രജ്ഞതയുടെ ഭാഗമായിട്ടായിരുന്നു അത്. അതുപോലെ തന്നെ ഈജിപ്തിൽ അടിമയായിട്ട് നിന്നയാൾ ഈജിപ്തിൻ്റെ മുകളിലായി എന്ന് വേണമെങ്കിൽ പറയാം ഈ കൊച്ചു രാജ്യം. ഈജിപ്ത് വളരെ വിപുലമായ മഹാസാമ്രാജ്യമാണ്. അവിടെയുള്ള ഫറവോൻ്റെ അധികാരം വളരെ വലുതാണ്. അവിടെ അടിമകളായി കഴിഞ്ഞിരുന്ന ആളുകൾ, അതിൻ്റെ നേതാവായിട്ട് വന്ന ഒരു രാജാവ് ഈജിപ്തിനേക്കാൾ ഉയർന്ന യശസ്സിലേക്ക്, മഹത്വത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈജിപ്തുമായിട്ട് ചില ഉടമ്പടികൾ വരെ അദ്ദേഹം ഉണ്ടാക്കാനായിട്ട് ഇടയായി. ആ കൂടെ തന്നെ വന്ന അബദ്ധം, ചില മിശ്ര വിവാഹങ്ങൾക്ക് അദ്ദേഹം വഴി വെച്ചു കൊടുത്തു. അദ്ദേഹം ഈ ഈജിപ്ത് രാജാവിൻ്റെ മകളെ കല്യാണം കഴിച്ചതോടുകൂടി അറിയാതെ തന്നെ ജനത്തിൻ്റെ ഇടയിൽ മിശ്ര വിവാഹം ഒരു സാധാരണ പതിവായിട്ട് തീരാനിടയായി. അപ്പോൾ കാര്യം നല്ല ബുദ്ധിശാലിയായിരുന്നെങ്കിലും പണതന്ത്രജ്ഞനായിരുന്നെങ്കിലും ഇത് വിശ്വാസത്തെ അപകടത്തിലാക്കി. സോളമൻ സാവധാനത്തിൽ ഈ ഭാര്യമാർ വിഗ്രഹാരാധകരായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൽ നിന്ന് അകലാൻ തുടങ്ങി. അതാണ് സാവധാനത്തിൽ അത് ദുരന്തത്തിലേക്ക് പോയത്. അപ്പോൾ സ്ത്രീയും ധനം, എന്നാൽ സ്ത്രീ ആകുന്ന ധനം മോഹിച്ച് വിവാഹം കഴിച്ചതിൻ്റെ ഫലമാണ് ദുരന്തത്തിലേക്ക് സാവധാനം നീങ്ങാനായിട്ട് ഇടയായി. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇപ്പോഴും കാരണവന്മാർ ശഠിക്കുന്നുണ്ടല്ലോ. എന്താണ് വിവാഹം? സ്വന്തം വിശ്വാസ സമൂഹത്തിൽ തന്നെ വേണമെന്ന് പറയുമ്പം അതൊരു തരം മൂരാച്ചിട്ടരമായി കൺസർവേറ്റീവ് പൊസിഷനായിട്ട് എടുക്കുന്ന പുതിയ തലമുറയുടെ മനസ്സിലാക്കണം. കുടുംബജീവിതം നയിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, അതൊരു അഭേദ്യമായ ബന്ധത്തിലൂടെ പോകാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ, അത് മരണം വരെ നിലനിൽക്കുന്ന ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അതിനനുസൃതമായ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന് വേണം വിവാഹം കഴിക്കാൻ. അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ചിന്താരീതികൾ കുടുംബത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിരന്തരമായി അഭിപ്രായ വ്യത്യസ്തതയും അതോട് ചേർന്ന അപസ്വരങ്ങളുമൊക്കെ കൂടിക്കലരുമ്പോൾ മക്കളുടെ ഭാവിയെ ബാധിക്കും, കുടുംബത്തെയും ബാധിക്കും. മക്കൾ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം? ഒരിക്കലും ഒരു സംഭവം ഉണ്ടാകും. ഓർക്കാണ്, ഒരു പട്ടണത്തിലെ വികാരിയാഘട്ടങ്ങളിൽ വീടുകൾ സന്ദർശിച്ച് നടക്കുമ്പോൾ ഒരു പെൺകുട്ടി തൻ്റെ വഴിയെ നടന്നു പോകുമ്പോൾ മുതൽ വലത്തെ സൈഡ് കൂടെ ഉയർന്ന സ്ഥലമാണ്. അവിടെ വീടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നേരത്തെ നോക്കി പുഞ്ചിരിക്കുന്നത് കണ്ടു. സാധാരണയിൽ ഒരു വൈദികൻ കടന്നു പോകുമ്പോൾ അത് ആ ഇടവ സമൂഹത്തിലെ ഒരു വ്യക്തിയാണോ അറിയാതെ ധരിച്ചു പോകും. അറിയാം അച്ഛന്മാർക്ക് ആരാണ് അവരുടെ ആൾക്കാരെന്ന് അറിയാൻ വളരെ എളുപ്പമുണ്ട്. കാരണം ഒരു ലോഹധാരിയായ അച്ഛൻ കടന്നു വരുമ്പം അറിയാതെ കൈകൾ കൂപ്പി സ്തുതി ചൊല്ലുക പതിവാണ് എന്ന് പറഞ്ഞാൽ ഇവളെ അപ്രകാരം നിന്നും എനിക്ക് മനസ്സിലായത് ഇടവപ്പെട്ട കുടുംബമല്ലല്ലോ. കയറി ചെന്ന് പെട്ടെന്ന് ഇരുന്നപ്പോൾ അവളുടെ വിഷമം പറയുകയുണ്ടായി. കാരണം അവളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പുരുഷനെയാണ്. ഞാനങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇവളുടെ കുടുംബം വളരെ പ്രശസ്തമായ ഒരു കുടുംബത്തിൽപ്പെട്ടയാണ്, വളരെ പ്രശസ്തമായ കുടുംബത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചാൽ, ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പം തന്നെ സുഹൃത്തുക്കളായിരുന്നു. 8-ാം ക്ലാസ് തൊട്ട് തന്നെ അടുപ്പമുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോകുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാം, ആത്മാർത്ഥതയുണ്ടല്ലോ, ഇപ്പോഴും ജീവിച്ച് നിലനിൽപ്പുണ്ടല്ലോ.
ആ മനുഷ്യൻ നല്ല മനുഷ്യനായിരിക്കുമെന്ന് കരുതി അയാൾ വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ എന്നാ പ്രശ്നം, ഇപ്പോഴത്തെ പ്രശ്നം 7ാം ക്ലാസ്സിലാണ് പയ്യൻ പഠിക്കുന്നത്. പക്ഷേ അവന് ആരുടെയും നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. ആകെ അവനെ കൊണ്ട് അധ്യാപകർ തോറ്റു. ഇപ്പോൾ വീട്ടിലും വല്ലാത്ത സാഹചര്യമാണ്. ഭർത്താവാണെങ്കിൽ ഗൾഫിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അവൾ എന്നോട് പറഞ്ഞു, അവളെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. സൈക്യാട്രിസ്റ്റ് കാരണം വിശകലനം ചെയ്തിട്ട് അവളോട് പറഞ്ഞു, കുട്ടിയുടെ റിലിജ്യൻ ഏതാണെന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മാത്രമേ ഗൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആരുടേതാണ്, അപ്പൻ്റേതാണോ അമ്മയുടേതാണോ? 2 വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്ന് വരുന്ന മതവിശ്വാസത്തിൻ്റെ വ്യക്തികൾ പരസ്പരം ചേർന്ന് കഴിയുമ്പോൾ മക്കളെ ബാധിക്കുന്ന രീതിയാണിത്. ഇതെങ്ങനെയാണ്, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നീ എന്നാ ചെയ്യാൻ പോകുന്നു? ഞാനിത് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഭർത്താവെന്ന് പറഞ്ഞു, ഭർത്താവിന് ഒന്നിനും വിരോധമില്ല, നല്ല മനുഷ്യനാണ്. അത് നിനക്കാണ് താല്പര്യം, അതാണ് എങ്കിൽ ഞാൻ അങ്ങോട്ട് ചേർന്ന് കളയാം എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അപ്രകാരം ചേരുകയും അതിനുശേഷം ആ കുട്ടി നോർമലാകുകയും ചെയ്ത കാര്യം ഓർക്കുകയാണ്. അപ്പം അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള മതസമൂഹങ്ങളിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് പുരോഗമനമാണെന്ന് പറയുന്നുവെങ്കിലും കുടുംബജീവിതം നയിക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമാവില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. സഭയിൽ ചില നിയമങ്ങളുണ്ട്. അതായത് ഇൻ്റർഫെയ്ത്ത് മാരേജ് എന്ന് പറയും. വ്യത്യസ്തങ്ങളായ മറ്റ് മതസമൂഹത്തിൽ വരുന്ന ആളിനെ കല്യാണം കഴിക്കാം. സഭ അതിനെതിരെ പറയുന്നില്ല. ആരെങ്കിലും ഒരു പാർട്ട്ണർ മാത്രം വിശ്വാസിയായിരുന്നാൽ മതി. അതിന് പ്രത്യേകമായ കൽപ്പന വാങ്ങിച്ചാൽ ഇൻ്റർഫെയ്ത്ത് മാരേജിൻ്റെ നിയമം അനുസരിച്ച് കല്യാണം ബ്ലസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും പള്ളിയിൽ പോൾക്ക് അനൗൺസ് ചെയ്യുമ്പം ഇതൊക്കെ പള്ളിയിൽ അനൗൺസ് ചെയ്യേണ്ടെന്ന് പറയും. അല്ലെങ്കിൽ അറിഞ്ഞു കേട്ട് വരുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ, ഇന്നയാളിനെ പള്ളിയിൽ വെച്ച് കെട്ടിച്ചില്ല, അങ്ങനെ ആകാം, പള്ളിയിൽ വെച്ച് കല്യാണം നടത്താം. കാരണം മെത്രാപ്പൊലീത്തായുടെ കൽപ്പന അനുസരിച്ച് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാവുന്നതാണ്. പൗളൈൻ പ്രിവിലേജ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് കാനൻ ലോയിൽ എന്ന് പറഞ്ഞാൽ പൗലോസ്ലിയുടെ കാലഘട്ടങ്ങളിൽ കൊറിന്തോസ്കാർക്ക് 1-ാം ലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്. ഭർത്താവ് വഴിയായി ഭാര്യ വിശുദ്ധീകരിക്കപ്പെടുന്നു, ഭാര്യ വഴിയായി ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടുന്നു. അത് അന്നത്തെ ഘട്ടത്തിൽ ഉണ്ടായൊരു ശ്രദ്ധാപൂർവമായൊരു നിയമമാണ്. എന്ന് പറഞ്ഞാൽ അതെല്ലാം മിഷൻ സിറ്റുവേഷനാണ്. ഇപ്പം വന്നിരിക്കുന്ന ആൾക്കാർ കുടുംബത്തിലേക്ക് വരുന്ന ആൾ ഒരാൾ ക്രിസ്ത്യാനിയായി എന്ന് വരും, മറ്റേ ആൾ ക്രിസ്ത്യാനി അല്ല എന്ന് വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പോഴും പല സാഹചര്യങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൽ ഒരാൾ തീവ്രമായ വിശ്വാസിയായിരുന്നാൽ മതി, ആളിലൂടെ മറ്റേ ആൾ വിശുദ്ധീകരിക്കപ്പെടും എന്നുള്ള നിയമമാണ്. അതിൽ നിന്നുണ്ടായ നിയമമാണ് ഇൻ്റർഫെയ്ത്ത് മാരേജിൻ്റെ നിയമം. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മതസമൂഹങ്ങളൊന്നും കല്യാണം കഴിക്കുന്നത് സഭ എതിർക്കുന്നില്ല. പക്ഷേ അതിനകത്ത് ചലഞ്ച് കിടക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ വന്ന് പല കല്യാണങ്ങളും നടത്തിയിട്ട് പോയിട്ട് പിന്നീട് ഇവർ തമ്മിൽ ചേരാതെ വരികയും ഒരു മതവും ഇല്ലാതെ വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ അപ്പം കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ കാനനിലെ പോലെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിവാഹം അത് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു വിവാഹം പാടുള്ളതല്ല, മറ്റ് മതകർമ്മങ്ങൾക്ക് വിധേയം പാടില്ലെന്ന് പറഞ്ഞാലും മനുഷ്യനൊന്നും അനുസരിക്കാറില്ല. അപ്പം അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? അവരുടെ ജീവിതത്തിൽ പിന്നീട് പോകുമ്പോൾ ജീവിക്കാനൊരുങ്ങിയിട്ട് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്ന ജീവൻ നൽകുന്ന ഒരു ഇടപാടാണ്. അവിടെ പരസ്പരമായ ധാരണയില്ലാണ്ട് വരുമ്പോൾ വിഷമതയുണ്ടാകും. നമ്മുടെ നല്ല കുടുംബങ്ങളിൽ സാധാരണ ബുദ്ധിമുട്ടുണ്ടാകുമ്പം 2 പേരും കൂടെ ഒന്നിച്ചൊരു ധ്യാനത്തിന് പോയി, ഒരു വാർഷിക ധ്യാനത്തിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ ഒരു റിട്രീറ്റ് സെൻറ്ററിൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൗൺസിലിങ്ങിന് പോയി, അവിടെയൊക്കെ വിശ്വാസം ഒന്നാണ് എങ്കിൽ ഗൈഡ് ചെയ്യാൻ എളുപ്പമുണ്ട്. വിശ്വാസം വ്യത്യസ്തമാണെങ്കിൽ 2 തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഉന്നതരായ ആളുകൾ പോലും അവരുടെ വിശ്വാസം മാറി വിവാഹം കഴിക്കുമ്പം അതൊക്കെ ആദർശമായിട്ട് കരുതേണ്ടതില്ല. അവർ ജീവിതത്തിൽ ഒരുപാട് മാനസികമായിട്ട് തകർന്നവരാണെന്ന് കണ്ടറിയാൻ മനസ്സിലാക്കി. വളരെ ഉന്നത സ്ഥാനത്തുള്ളായിരുന്നു, രാഷ്ട്രീയ ഉന്നത സ്ഥാനത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ വളരെയധികം ക്ലിയറായിട്ടുള്ള അനുഭവങ്ങൾ നേരിട്ട് അദ്ദേഹം മരിച്ചുപോയി. കാര്യം പറയുകയുണ്ടായി, ജീവിതം ഭയങ്കര ദുഷ്കരമായൊരു കാര്യമാണ് ഒന്നിച്ചു പോവുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് തനിമ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ട് രാജ്യതന്ത്രജ്ഞതയിലൂടെ അദ്ദേഹം മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട ഈജിപ്തിൽപ്പെട്ട ഒരാളിനെ വിവാഹം കഴിച്ചപ്പോൾ അതുപോലെ തന്നെ ജനവും അപ്പടി ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മിശ്രവിവാഹം ഉടലെടുക്കാനിടയായി. അത് വിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റാനായിട്ടിടയായി. കർത്താവിനുള്ള താല്പര്യം കുറഞ്ഞു വന്നാണ് എഴുതി വെച്ചിരിക്കും. അതേസമയം അദ്ദേഹം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചിരുന്ന ആളാണ്. അതാണ് ജ്ഞാനത്തിൻ്റെ എല്ലാം ഉറവിടം. അത് ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഗിബയോൻ കുന്നുകളിൽ, ഇപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം കുന്നുകളിലെ പൂജാഗിരികളിൽ ബലിയർപ്പിച്ചെന്ന് പറയുന്നത് അത്ര ഇഷ്ടപ്പെട്ട രീതിയിലല്ല വിശുദ്ധ ഗ്രന്ഥകാരൻ എഴുതിയിരിക്കും.
അദ്ദേഹം കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചു എങ്കിൽ പോലും, കർത്താവിനെ സ്നേഹിച്ചുവെങ്കിൽ പോലും പൂജാഗിരികളിൽ ബലിയർപ്പിച്ചു എന്ന് പറയുമ്പം ഒരു നെഗറ്റീവ് മീനിങ് അതിനകത്തുണ്ട്. അത് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പല സ്ഥലങ്ങളിലും പൂജ ചെയ്യാൻ വേണ്ടി മലമുകളിൽ, കാരണം കാനാൻകാർ വിശ്വാസം അനുസരിച്ച് ദൈവം വസിക്കുന്ന ഉയർന്ന മലയിലാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, എല്ലാ മലകളുടെ മുകളിലൊക്കെ മരത്തിൻ്റെ ചൂട്ടിലൊക്കെ ഇങ്ങനെ ബലിയർപ്പണം എന്നുള്ള അനുവാദം കൊടുത്തു. വാസ്തവത്തിൽ ഇസ്രായേലിൽ ഈ ബലിയർപ്പണം ജെറുസലേം ദേവാലയത്തിൽ കേന്ദ്രീകരിച്ചത്, ദേവാലയം ഉണ്ടായിക്കഴിഞ്ഞാണ് പൂജാഗിരി ബലിയർപ്പിച്ചതെന്ന് ഓർക്കണം. കർത്താവിൻ്റെ പേടമിരിക്കുന്ന ദേവാലയം മനോഹരമായ സോളമൻ പണിത് കഴിഞ്ഞതിന് ശേഷവും പൂജാഗിരി ബലിയർപ്പിക്കാൻ പോയി. അദ്ദേഹം ഗിബയോണിൽ പോയി 1000 ബലികൾ അർപ്പിച്ചു എന്നാണ് പറയും. അതേസമയത്ത് ജോസിയ രാജാവിൻ്റെ മതനവീകരണ കാലഘട്ടത്തിലാണ് കർക്കശമായ നിയമം അദ്ദേഹം പാസ്സാക്കി ജെറൂസലേമിൽ ദേവാലയത്തിൽ മാത്രമേ ബലി പാടുള്ളൂ എന്ന നിയമം ഉണ്ടാക്കി. അതുകൊണ്ട് ഒരു ദേവാലയമേ പാടുന്നുള്ള ചിന്ത യഹൂദന് വളർന്നു വരാൻ ഇടയായത് യോസിയ രാജാവിൻ്റെ കാലഘട്ടത്തിലൂടെ. അങ്ങനെ ഇന്നും അവർക്ക് അങ്ങനെയാണ്. ഒരു ദേവാലയമേ പാടുള്ളൂ, അത് അവർക്ക് നശിച്ചു പോയി. അതുകൊണ്ട് അവർക്ക് ദേവാലയം ഇല്ല, അതുകൊണ്ട് ബലിയർപ്പണവുമില്ല. അവർക്ക് സിനഗോഗുകൾ മാത്രമേ ഉള്ളൂ. യഹൂദനെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട വ്യവസ്ഥിതികളാണ് സിനഗോഗും അതുപോലെ തന്നെ ദേവാലയവും. സീൻ ആ ഗോഗെയിൻ എന്ന് ഗ്രീക്കിൽ പറഞ്ഞാൽ ഒന്നിച്ചു കൂടുന്ന സ്ഥലം എന്നാണ്. ഒന്നിച്ചു കൂടുന്ന സ്ഥലമാണ് സിനഗോഗ്. ലോകത്തിൻ്റെ എവിടെ വേണം സിനഗോഗ് ഉണ്ടാകാം. സിനഗോഗിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗം വചന ശുശ്രൂഷയാണ് നടക്കും. ആ വചന ശുശ്രൂഷ നടത്താനുള്ള സ്ഥലമാണ് സിനഗോഗ്. യഹൂദനിപ്പോൾ അത് മാത്രമേ ഉള്ളൂ, ബലിയർപ്പണമില്ല. അതുകൊണ്ടാണ് അവർ ദേവാലയം പുനരുദ്ധരിക്കാൻ അവരുടെ തീവ്രമായ ഉള്ളിൻ്റെ ആഗ്രഹം. എവിടെ പോയി നിൽക്കുമെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ അവരുടെ ദേവാലയം ഇരുന്ന സ്ഥലത്ത് മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം നിലനിൽക്കുന്നതായിട്ട് നമുക്കറിയാം, 1 2 എണ്ണം. അപ്പോൾ അതുകൊണ്ട് അത് തകർത്തിട്ട് അവിടെ ദേവാലയം പണിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതെന്തായിരിക്കും, ലോകാവസാനമായിരിക്കും എന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അത്രയും അത് രൂക്ഷമായ ഒരു സംഗതിയാണ്. അക്സ എന്ന് പറയുന്നതും അതുപോലെ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്നതും ആയിട്ടുള്ള 2 ആരാധനാലയങ്ങൾ അവരുടേതായ ആൾക്കാരെ, പട്ടാളക്കാരെ കൊണ്ട് ചുറ്റും നിർത്തി അത് വളരെ കൃത്യമായ രീതിയിൽ അവർ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതിന് അടുത്താണ് ഈ പറയുന്ന വെയിലിംഗ് വാൾ എന്ന് പറയുന്നത്. പഴയ ദേവാലയത്തിൻ്റെ, ഹെറോദോസ് പണിയിപ്പിച്ച ദേവാലയത്തിൻ്റെ കല്ലിന്മേൽ കല്ല് ശേഖരിക്കാൻ നശിച്ചു പോകുമെന്ന് പറഞ്ഞ് പ്രവചിച്ച ആ പ്രവചനമനുസരിച്ച് AD 70 തകർന്നുപോയ ദേവാലയത്തിൻ്റെ ഭിത്തി അവിടെ ഇരിപ്പുണ്ട്. അതാണ് യഹൂദൻ ഇന്നത്തെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രം. അവിടെ ബലിയർപ്പിക്കാൻ പറ്റില്ല, ഭിത്തിയിൽ പോയി തലയിട്ടടിച്ച് പ്രാർത്ഥിക്കാനേ പറ്റില്ല. അവിടെ പോയി ഷെമാ ഇസ്രായേൽ എന്ന് പറയുന്ന വചനഭാഗം എടുത്ത് ഓർക്ക ചൊല്ലിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കും. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6 അധ്യായം 5 തൊട്ട് 10 വാക്യം, ഷെമാ ഇസ്രായേലെ കേൾക്കുക, ദൈവമായ കർത്താവ് ഒരു കർത്താവാകുന്നു, എൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും നീ കർത്താവിനെ എന്ന് പറയുന്ന ഭാഗങ്ങളാണ് അവർ പ്രാർത്ഥനയ്ക്കാർ വിനിയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെ സംഭവിക്കുന്ന അറിയാൻ പാടില്ല. അതുകൊണ്ട് ഒരു ദേവാലയം എന്നുള്ള ഒരു കൺസെപ്റ്റ് അവർ ഇന്ന് രൂഢമൂലമായിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞങ്ങളുടെ ദേവാലയം അത് ജോസിയ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഒരു ഏക ദേവാലയത്തിൽ. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന ഗിബയോൻ കുന്നുകളിൽ പോയി ബലിയർപ്പിക്കാൻ പോയി. അവിടെ അത് 1000 ദഹനബലികൾ അർപ്പിച്ചു എന്ന് പറയുന്നു. ആ സമയത്ത് അത് ദർശനമുണ്ടായി, സ്വപ്നം. അതായത് സ്വപ്നത്തെ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ പലപ്പോഴും ദൈവിക വെളിപാടിൻ്റെ ഒരു മാധ്യമമായിട്ട് കാണാറുണ്ട്. ആ സ്വപ്നത്തിൽ അദ്ദേഹം കിട്ടിയ അദ്ദേഹത്തിനുള്ള നിവേശന ദാനം ദൈവമായിട്ട് മുഖാഭിമായിട്ട് നിൽക്കുക. അപ്പോൾ ആ വളരെ കൃത്യമായ ദൈവത്തിന് നന്ദി പറയുന്ന ഭാഗമാണ്. ദൈവമേ കർത്താവേ, ഞാൻ നന്ദി പറയുന്നു, കാരണം ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായ എന്നെ ഈ രാജഭരണം ഏൽപ്പിച്ചല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ദൈവസന്നിധി സ്തുതികീർത്തനങ്ങൾ ആലപിക്കുകയാണ്. അതായത് തന്നെ വിളിച്ചത് രാജാവാകാൻ. ഇപ്പം ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രവാചകന്മാർ പോലും അങ്ങനെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം ജെറേമിയ പ്രവാചകൻ വിളിച്ചപ്പം ഇത് എന്നാ പറഞ്ഞ്, ഞാനൊരു ബാലനാണ്, കഴിവില്ലാത്തവരുടെയാണ്, എന്നെ വിടരുത്, എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല. എന്താണ്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ വിളിച്ചു നിന്നെ, അതുകൊണ്ട് നിന്നെ ഞാൻ തല്ലിത്തകർക്കാനും പടുത്തുയർത്താനും പറിച്ച് പിഴുതെറിയാനും പറിച്ച് നടാനുമായിട്ട് നിന്നെ നിശ്ചയിച്ചിരിക്കുമെന്ന് പറയാം. നമ്മൾ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രവചന ദൗത്യം എടുത്തു കാണും. ഇതുപോലെ തന്നെ ഏഷ്യ പ്രവചനാണെങ്കിലും ശരി, അയ്യോ ഞാൻ അശുദ്ധനാണ്, അശുദ്ധമായ നാവുകളുള്ളവർ മധ്യേ ഞാൻ വസിക്കുന്നു, എങ്കിലും രാജാവും കർത്താവും ബലവാനുമായ എൻ്റെ ദൈവത്തെ എൻ്റെ നയനങ്ങൾ ദർശിച്ചു, കർത്താവിന് അഭിമുഖമായി കണ്ട ഈ സ്ഥലത്ത് ഭീതിജനം, ഇത് ദൈവത്തിൻ്റെ ഭവനമല്ല മറ്റൊന്നുമല്ല, ഏറെ ഏഷ്യ 6 അധ്യായത്തിൽ 13 വായിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഇതുപോലെ തന്നെ ആ പ്രാർത്ഥനയിൽ ഈ സൊളമൻ രാജാവ് വിളിച്ചു പറഞ്ഞു, ഞാനൊരു ബാലനായ എന്നെയാണ് ഈ അധികാരി ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് ആഗ്രഹിക്കാൻ നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു ദൈവം. അപ്പം ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടത് നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോകുന്ന വിവേകം ഈ ദാസൻ എന്നാണ് ചോദിച്ചത്.
അതേപോലെ സമ്പത്ത് ചോദിച്ചില്ല, അതായത് ശത്രുക്കളെ സംഹരിക്കാനുള്ള അനുഗ്രഹം ചോദിച്ചില്ല. ഒറ്റ കാര്യമുള്ളൂ, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തെ ഭരിക്കാനുള്ള വിവേകം എനിക്ക് തരണമേ. ദൈവത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കർത്താവ് ഭയങ്കര ഒരു ശ്രവിക്കുന്ന ഹൃദയം അത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ വികാരങ്ങളെക്കാൾ കൂടുതൽ ചിന്തയ്ക്കും തീരുമാനങ്ങൾക്കും പ്രാധാന്യം നൽകുന്നത് ഹൃദയം കൊണ്ടാണ്. അപ്പോൾ ഹൃദയം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് ആഴമായ ജീവിതത്തെ കടന്നതിലാണ് നമുക്ക് പറ്റുകയുള്ളൂ. അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് ഹൃദയത്തിന് പ്രത്യക്ഷത്തിൽ കാണുകയും തെളിവുകൾ നിരത്തുകയും ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നതിലുപരി കാണാൻ സാധിക്കുന്നത് ഹൃദയം കൊണ്ടാണ് എന്ന കാര്യം. അപ്പം അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച വിവരം എന്താണ്? നിന്റെ ജനത്തെ വിവേകത്തോടെ എന്ന് പറഞ്ഞാൽ വിവേകമുള്ള ഹൃദയത്തോടെ ഭരിക്കാനുള്ള കഴിവ് എനിക്ക് തരണമേ എന്ന് പറഞ്ഞാൽ. അപ്പം ഹൃദയഭാവം വളരെ ഗൗരവമായ സംഗതിയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ ഹൃദയമല്ലല്ലോ പലപ്പോഴും നമുക്ക് നമ്മുടെ ബലഹീനതയാണ്. നമ്മൾ ചില സാഹചര്യങ്ങൾ ഓർക്കുന്നുണ്ട്, സഭയിലും ഇതുപോലെ തന്നെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. നിയമം കൊണ്ട് ഭരിക്കാനൊരുക്കുന്ന ആൾക്കാർ സഭയിലുണ്ട്. നിയമം എന്തിനു വേണ്ടിയിട്ടാണ്? നിയമം നമുക്ക് തമ്പുരാൻ തന്നിരിക്കുന്ന വേലിക്കെട്ട സംരക്ഷണം കൊണ്ട് നൽകപ്പെട്ടിരിക്കുന്ന. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, മനുഷ്യപുത്രൻ സാപത്തിൻ്റെ അധിപനാണ്. മനുഷ്യൻ സാപത്തിന് വേണ്ടിയിട്ടല്ല, സാപത്ത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് എന്ത് തെറ്റാണ് ചെയ്യാൻ പോകുന്നത് സാപത്ത് ദിനത്തിന് നോക്കിക്കണ്ട് ചുറ്റം പറയാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു പരിസേരും. അവിടെ വെച്ചാണ് കർത്താവ് സാപത്ത് ദിനത്തിൽ സിനഗോഗിൽ കൈ സൂക്ഷിച്ചതിനെ ഒന്നുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയും. ഇവൻ സുഖപ്പെടുത്തുമെന്ന് അന്വേഷിക്കാനാണ് ചെണ്ട. ഇവൻ സാപത്തിനെ സുഖപ്പെടുത്തിയത് പ്രവൃത്തിയാണെങ്കിൽ തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. കർത്താവിനെ സുഖപ്പെടുത്തി. എന്നിട്ട് നേരിട്ട് അവർ പുറപ്പെടുത്തപ്പം പറഞ്ഞതല്ലേ, നിങ്ങളുടെ ആട് കിണറ്റിൽ വീണാൽ അല്ലെങ്കിൽ കുഴിയിൽ വീണാൽ നിങ്ങൾ വലിച്ചു കയറ്റില്ലേ സാപത്ത് ദിനത്തിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ നിയമത്തിന് വാസ്തവത്തിൽ അതീതമായ നിയമത്തിന് എതിര് കർത്താവ് പറയുകയില്ല. നിയമം പൂർത്തിയാക്കാനും വന്നിരിക്കുന്നതാണ് പറഞ്ഞാൽ. നമ്മൾ നിയമത്തിന് എതിരാവാൻ പാടില്ല. പക്ഷേ നിയമത്തിന് അതീതമായൊരു ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജനത്തെ നയിക്കും. പ്രത്യേകിച്ച് അജപാലകരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഇടവക വികാരി വന്നിരുന്നുകൊണ്ട് കാനൂൻ നിയമപ്രകാരം മാത്രമേ ഞാൻ പ്രവർത്തിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പിന്നെ എന്ത് ചെയ്യും? അതായത് തനിക്ക് കൃത്യമായിട്ട് കാനൂൻ നിയമം പറയുന്ന ജോലി ഞാൻ ചെയ്യുന്നു. കാനൂൻ നിയമം പറയുന്ന ജോലി എന്താണ്? കൃത്യമായിട്ട് ആരാധനാനുഷ്ഠാനം നിർവഹിച്ചിരിക്കണം. അതിനപ്പുറത്തോട്ടൊന്നും ചെയ്യാനില്ല. അത് കഴിഞ്ഞ സമയം എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യണം. ആരും ഇങ്ങോട്ട് വരേണ്ട, എന്നെ കാണുകയും വേണ്ട, എനിക്കവിടെ നേരമില്ല. ഇതാണോ അജപാലകൻ ചെയ്യേണ്ട കാര്യം? അജപാലനെ ഏൽപ്പിച്ചിരിക്കുക എന്താണ്? ഈ പാവങ്ങളുടെ കണ്ണീരൊപ്പാനാ, കർത്തൃസാന്നിധ്യം കൊടുക്കാനാ, അവരുടെ ഭവനങ്ങളിൽ എത്തി നിൽക്കാനാ, അവരുടെ ഭവനങ്ങളിൽ ചെന്ന് അവരുടെ വിഷമം അന്വേഷിക്കാനാ, അവരെ ഹൃദയത്തോട് തൊട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഹൃദയം കൊണ്ട് അവരെ മനസ്സിലാക്കുന്ന ഒരു അജപാലകനായി തീരുമ്പോഴാണ് അവർക്ക് ആശ്വാസം കിട്ടുന്നു. ആ ഒരു അജപാലകൻ്റെ അടുത്ത് വന്ന് ഇരുന്നിച്ച് പോയി കഴിയുമ്പോൾ അവർ പറയും, എനിക്കൊരു ശക്തമായ ഊർജം കിട്ടി, എനിക്ക് ഭയങ്കരമായ മനസ്സ് സന്തോഷമുണ്ടായി, എൻ്റെ ഭാരം മുഴുവൻ ഒലിച്ച് ഇല്ലാണ്ടായി, എനിക്ക് ഇനി ഒന്നും വേണ്ട, സന്തോഷമായി എന്ന് പറഞ്ഞ് പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അത് ഹൃദയമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഹൃദയമില്ലാതെ നിയമം കൊണ്ടിരിക്കുന്നത് സംബന്ധിച്ചിടത്തോളം അവർ നിയമം മാത്രം നോക്കിക്കൊണ്ട് എന്താണ്, ഏത് കാനൂൻ നിയമപ്രകാരമാണ് അങ്ങനെ അത് ഇങ്ങനെ എന്നൊക്കെ സാധാരണ എന്നോട് ചോദിച്ചാൽ അതിന് എന്താണ് അർത്ഥം? വഴിതെറ്റിയ പോക്കാണ് അജപാലകരുടെ. അത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. സഭയിൽ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അജപാലകരെ ഹൃദയം കൊണ്ട് ജനത്തേക്ക് നോക്കുന്നവരായിരിക്കണം, ഹൃദയം കൊണ്ട് ഭരണം നടത്തുന്നവരായിരിക്കണം. ഹൃദയം കൊണ്ട് പോകുക എന്ന് പറയുന്നത് അതാണ് വിവേകം എന്ന് പറയും. അത് മനുഷ്യൻ്റെ വിതുമ്പലുകളും മനസ്സിൻ്റെ വേദനകളും അവൻ്റെ ദുഃഖങ്ങളും അവർ ശങ്കം തൊട്ടി കടന്നു വരുന്ന അജപാലകൻ്റെ അടുത്ത് വരുന്നത് എന്തിനാ? ഒരാശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഹൃദയങ്ങൾ നെടുവീർപ്പ് അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നത്? അപ്പം അതുകൊണ്ട് ആ മനുഷ്യൻ്റെ നെടുവീർപ്പുകൾ അറിയാം, ജീവിത സാഹചര്യങ്ങൾ അറിയാൻ പാടില്ലെങ്കിൽ എങ്ങനെ ഭവന സന്ദർശനം നടത്തണമെന്ന് എന്തുകൊണ്ടാണ് നിരന്തരമായിട്ട് മേലധ്യക്ഷന്മാർ പറയുന്ന ഇടതുകാരിമാർ? ഭവന സന്ദർശനം നടത്തിയെങ്കിൽ മാത്രമേ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ജനത്തിനങ്ങോട്ട് തുറവി കിട്ടുകയുള്ളൂ. എനിക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് ചെല്ലാമല്ലോ എൻ്റെ വിചാരിച്ചിൻ്റെ അടുത്തേക്ക് അവർക്ക് ഫീൽ ചെയ്യുന്നത് ആ വീട്ടിലൊന്ന് ചെന്ന് കഴിയുമ്പോൾ, അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, എത്ര അഭിമാനത്തോടെ അവർ പറയുന്നത്. ഒരു പ്രാവശ്യം വന്നിട്ടുള്ളായിരിക്കും, പക്ഷേ അത് അവർ അഭിമാനം. അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ ധരിക്കുന്നത് ഞങ്ങൾക്കൊരു ആത്മബന്ധമുണ്ട് അച്ഛനോട് എന്നുള്ളതാണ്. ഈ ആത്മബന്ധമില്ലാതെയുള്ള പോക്ക് ഒട്ടും ശരിയാവില്ല. അത് പൊട്ടി തകർന്നു പോകും, ഒരിക്കലും വിജയിക്കത്തില്ല. കാരണം നമുക്ക് വേണ്ടത് ഈ സോളമൻ പ്രാർത്ഥിച്ച വിവേകം, അതായത് വിവേകപൂർണമായി ജനത്തെ നയിക്കാനുള്ള കഴിവാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരത്തിനെ കാതോർക്കുന്ന, മനുഷ്യൻ്റെ വിഷമങ്ങൾക്ക് കാതോർക്കുന്ന, അദ്ദേഹം ദീർഘായുസ് ആവശ്യപ്പെട്ടില്ല, സമ്പത്തും ആവശ്യപ്പെട്ടില്ല, ശത്രു സംഹാരം ആവശ്യപ്പെട്ടില്ല, ഇതൊന്നും അത് ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് ദൈവം തന്നെ സംതൃപ്തനായിട്ട് ഞാൻ നീ ചോദിക്കുന്നതൊക്കെ തരുമെന്നാണ് പറഞ്ഞത്. ഇതൊന്നും ആവശ്യപ്പെടാഞ്ഞതുകൊണ്ട് കർത്താവ് പറയുക, നീ ആവശ്യപ്പെട്ടതൊക്കെ നിനക്ക് തരും.
അപ്പോൾ അതുകൊണ്ട് ജെറുസലേമിൽ മടങ്ങിയേറ്റ ശേഷം അത് ഈ വലിയ ദർശനത്തെ നയിച്ചു. ഇതൊരു ദർശനമാണ്, രാത്രി സ്വപ്നം കണ്ടതാണ്, പക്ഷേ അതൊരു ദർശനമാണ്. അതുകൊണ്ട് അദ്ദേഹം നമ്മൾ ക്ലിയർ ആയിട്ട് ഉള്ളിലെ ദൈവികമായ സ്വരം കേൾക്കാൻ ഇടയായതുകൊണ്ട് കൂടുതൽ ശക്തി കിട്ടി. അപ്പോൾ അതുകൊണ്ട് ദൗത്യം നിർവഹിക്കാനായിട്ടുള്ള കരുത്താണ് അദ്ദേഹം ചോദിച്ചത്. ദൗത്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം, കുടുംബത്തിലായാലും സമൂഹത്തിലായാലും. കർത്താവെ, പ്രഭാതത്തിൽ എണീറ്റ് പ്രാർത്ഥിക്കേണ്ടത്, നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാനായിട്ട് എനിക്ക് കരുത്ത് തരണമേ, എനിക്കതിനുള്ള വിവേകം തരണമേ. ഞാൻ ദുർബലനാണ്. ഞാൻ പറയുന്നു, ഞാനൊരു ബാലനാണ്, ഇതുപോലെ ഒരു രാജസിംഹാസനത്തിൽ ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് നീ എനിക്കത് തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആണ് ചോദിക്കുന്നത് എന്തെന്ന് നിനക്ക് കർത്താവ് തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ നാമത്തെ പിതാവിനോട് ചോദിക്കുന്നത് എന്തോ നിങ്ങൾക്ക് അറിയാം. യോഹന്നാൻ 15:16 എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് തരുമെന്ന് ഈശോനെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പം കർത്താവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചേർന്ന് ചോദിക്കണം. നാമം ശക്തിയാണ്, കർത്താവിന് ശക്തി എന്നുകൊണ്ട് ചോദിക്കണം, കർത്താവിനോട് അടുപ്പത്തിൽ നിന്നുകൊണ്ട് ചോദിക്കണം. അപ്പോൾ അതുകൊണ്ട് ശ്രമിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും ആവശ്യത്തിൽ കാണേണ്ടതാണ്. ഇപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരാളിനെ വിധിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, വിധി പറയാനായിട്ട് ഒരുങ്ങാൻ തുടങ്ങും മുമ്പ് തന്നെ, ആരെങ്കിലും വന്ന് ഒരാളിനെ കുറിച്ച് കുറ്റം പറഞ്ഞ് കേൾപ്പിച്ച് കഴിയുമ്പോൾ ആ കുറ്റം മുഴുവൻ നമ്മുടെ മനസ്സിലിരിക്കും. അതനുസരിച്ച് നമ്മൾ നീങ്ങുന്നതെങ്കിൽ നമ്മൾ മണ്ടന്മാരാ. അങ്ങനെ പല അധികാരികൾക്ക് പറ്റുന്നുണ്ട്. എപ്പോഴും എവിടെയെങ്കിലും ഉപദേശകർ കാണും. ഈ ഉപദേശകർ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളിനെ കുറിച്ച് കുറ്റം അധികാരികൾ ചെവി കൊണ്ട് കൊടുക്കും. അത് മനസ്സിലാക്കാൻ പറ്റാത്ത അധികാരിയാണ് എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ആ ആളിനോട് ഈ വികാരിക്ക് അല്ലെങ്കിൽ ഈ അധികാരിക്ക് മുൻവിധി ഉണ്ടാവും. അദ്ദേഹം എന്ന് പറഞ്ഞ് കഴിയുമെന്ന് പെട്ടി തുറന്ന് ചിലപ്പോൾ അദ്ദേഹം ഭർത്താൻ ഇതൊക്കെ ചെയ്തല്ലേ എന്ന് ചോദിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ബന്ധം തകരുക മാത്രമല്ല ശത്രുത ഇളവാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വിധിക്കുന്നതിന് മുമ്പ് തന്നെ ഹൃദയങ്ങളും തീമനുഷ്യം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിൻ്റെ വികാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരുപക്ഷെ തട്ടിക്കയറാനായിരിക്കും വന്നിരിക്കുന്നത്. അതായത് ലോഹയിട്ട ആളിനോട് വിരോധമുള്ള സമൂഹം ഈ ലോകത്തിലുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണിത്. ദൈവവിശ്വാസം ഒട്ടുമേ ഇല്ല. അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ തെറ്റാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരതുകൊണ്ട് ഒരുപക്ഷെ വന്ന് നേരെ തട്ടിക്കയറിയിരിക്കും, അജപാലകന് നേരെ തട്ടിക്കയറിയുമ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ലഹരിക്ക് വിധേയനായിട്ടായിരിക്കും വന്നിരിക്കുക. ഭയങ്കരമായ രീതിയിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ അനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ വളരെ ഗൗരവമായ സംഗതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളിനെക്കുറിച്ച് നമ്മൾ വിധി പറയുന്നതിന് മുമ്പ് ആ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു പെരുമാറി, എന്തുകൊണ്ട് ഇപ്രകാരം ഉണ്ടായി എന്നുള്ള തിരിച്ചറിയാനുള്ള ഹൃദയഭാവം അജപാലകർക്ക് അധികാരികൾക്കുണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ വിധി പറയുന്നതിന് മുമ്പ് തന്നെ ആ മനുഷ്യൻ്റെ വിഷമതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്നേഹമസ്നമായ ഒരു തലോടൽ, ഒരു സ്പർശനം, ഉള്ളിലിരിക്കുന്ന കർത്താവിൻ്റെ ഒരു വലിയ സാമീപ്യത്തിൻ്റെ സ്പർശനം കൊടുക്കാൻ ഇടയായാൽ ഏത് മോശമായ രീതിയിൽ പെരുമാറാൻ വരുന്നവരും മാനസാന്തരപ്പെട്ടു വരും എന്നതിന് ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഹൃദയാനുഭവം ഉണ്ടായതുകൊണ്ടാണ് രണ്ട് വേശ്യകളായ സ്ത്രീകൾ ഒരു വീട്ടിൽ താമസിച്ചിരുന്നു. അവർക്ക് 2 പേർക്കും 2 കുട്ടികളുണ്ടായി. 2-3 മാസം വ്യത്യാസമേ ഉള്ളൂ. അത് ഒരുത്തി അവരുടെ കുട്ടിയുടെ പുറത്ത് കയറിക്കായിരുന്നു, അറിയാതെ സംഭവിക്കാമല്ലോ, കൊച്ചി ചത്തുപോയി. നേരം വെളുത്തപ്പോൾ അവൾ എന്ത് ചെയ്തു, രാത്രി ഈ കൊച്ചിനെ എടുത്ത് അപ്പുറത്തെ സ്ത്രീയുടെ അടുത്ത് കിടത്തിയിട്ട് അവളുടെ കൊച്ചിനെ തൻ്റെ കൂടെ കിടത്തി. ഇപ്പം നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ നോക്കി കൊച്ചു മരിച്ചിരിക്കുന്ന കണ്ട സ്ത്രീ ഒക്കെ മനസ്സിലായി, ഇത് എൻ്റെ കൊച്ചല്ല. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ അറിയാമല്ലോ, ഇതെൻ്റെ കുഞ്ഞല്ല, അത് നിൻ്റെ കുഞ്ഞാണ്. അവൾ സമ്മതിച്ചില്ല, അതെൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞു. അവസാനം രാജാവിൻ്റെ അടുത്തെത്തി. രാജാവിൻ്റെ അടുത്ത് കഴിഞ്ഞ് ഇന്നത്തെ പോലെ DNA ടെസ്റ്റ് ഒന്നുമില്ല, ആരാണ് മാതൃത്വം തെളിയിക്കാനായിട്ട് വഴിയൊന്നുമില്ല. അതുകൊണ്ടാണ് രാജാവിന് വിവേകം മാത്രമേ ഉള്ളൂ. അതായത് 2 പേരും നമ്മൾ തർക്കിച്ചുകൊണ്ട് നിൽക്കുക, ഇതെൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞു. അതല്ല, അവളുടെ കുട്ടിയാണ്, അത് മരിച്ചുപോയതാണ് അവളുടെ കുട്ടി, എൻ്റെ കുട്ടി അവളുടെ കയ്യിലാണ്, അതിനെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറയും. മക്കൾ ഭയങ്കരമായ പിടിവാശിയുടെ സംസാരം ഉണ്ടായപ്പോൾ എന്താ രാജാവ് ഉടനെ പടയാളെ വിളിച്ചു പറഞ്ഞു, ശരി, അത് നമുക്ക് തീരുമാനിച്ചു കളയാം. അതായത് ഇവിടെ ഈ 2 കുട്ടി പറയുന്നത് ഈ ജീവിച്ചിരിക്കുന്ന കൊച്ചും 2 പേർക്ക് അവകാശമാണെങ്കിൽ വാളുകൊണ്ട് തന്നെ 2ആയിട്ട് വെട്ടിയിട്ട് ഒരു ഭാഗം ഓർക്കും ഒരു ഭാഗം മറ്റൊന്നും കൊടുത്തേക്കാൻ കൽപ്പനയിട്ട്. ആ കൽപ്പന എന്ന് പറയുന്നത് ഒരു വലിയ ഒരടവായിരുന്നു. വാളൂരി കൊച്ചിനെ വെട്ടാകുമ്പോഴത്തേക്ക് ശരിയായ അമ്മ അയ്യോ വേണ്ട, പറ്റില്ല, എൻ്റെ കൊച്ചിനെ അവക്കങ്ങ് കൊടുത്തേരെ, എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റില്ല എന്നങ്ങ് പറയും. അപ്പം അതിന് ക്ലിയർ ആയില്ലേ ആരാ അമ്മയെന്ന്. മറ്റവളെന്ന് പറഞ്ഞു 2ആയിട്ട് വെട്ടി നന്നാക്കാൻ പറഞ്ഞു, എനിക്കൊരു മുറി തന്നാൽ മതി, കാരണം അവളുടെ കൊച്ചു മരിച്ചു പോലെ ഇവിടെ കൊച്ചും മരിച്ചു പോകണം. രാജാവിന് പ്രത്യേകം മനസ്സിലായി ആരാ ശരിയായ അമ്മയെന്ന്.
അപ്പം അങ്ങനെ വിധി പ്രസ്താവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് വിവേകമെന്ന പുണ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പം ദൗത്യം നിർവഹിക്കാൻ കഴിഞ്ഞു. അപ്പം ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് രണ്ട് സ്ത്രീകളുടെ കാര്യം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ സൽപ്പേരില്ലാത്തവരെ നമ്മൾ സമീപിക്കാനായിട്ട് വരുന്ന അവസരത്തിൽ നീ ആരുടെ എന്നെ കാണാൻ വരാൻ ചോദിക്കുന്ന ചോദ്യം തെറ്റാണ്. ഇവിടെ കണ്ടില്ല രണ്ട് വേശികളെ എന്ന് രാജാവിൻ്റെ അടുത്ത് രണ്ട് വേശികൾ കടന്നില്ല സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം സാധാരണ ഇതേ പറ്റുന്ന കാര്യമാണോ? അപ്പോൾ സോളമൻ രാജാവ് ആരെയും സ്വീകരിക്കാൻ സന്നദ്ധനായിരുന്നു. നമ്മൾ ചില സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അജപാലകരുടെ സഭയുടെ രംഗത്ത് പോലും ചില അജപാലകർ തന്നെ സന്ദർശിക്കണമെങ്കിൽ താഴെ ഓഫീസിലൊന്ന് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന് സൗകര്യം അന്വേഷിക്കണം. ഓഫീസ് സെക്രട്ടറി വഴിയായിട്ട് അന്വേഷിക്കണം. എങ്കിൽ അപ്പോയിൻമെൻറ്റ് കൊടുക്കണം. എന്തൊരു കഷ്ടമാണ്! അജപാലകർ അപ്പോയിൻമെൻറ്റ് നിശ്ചയിച്ചുകൊണ്ട് ആളുകൾ തൻ്റെ സ്വന്തം ജനത്തെ സ്വീകരിക്കാൻ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽപ്പരം മൗഢ്യം എവിടെയിരിക്കും? ഒരു അജപാലരുടെ അടുത്തേക്ക് ഓടി ഏത് സമയത്തും കടന്നു വരാൻ സ്വാതന്ത്ര്യം ആ വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ടതാണ്. എപ്പോഴും ഏത് സമയത്തും, ഏത് രാത്രിയിൽ, ഏത് പകലും. കാരണം അവരുടെ സ്വന്തമാണ് അജപാലകൻ എന്ന് പറയുന്നയാൾ. അതിനൊക്കെ ബ്ലോക്ക് എടുക്കാമെന്ന് പറയാം. നമുക്ക് എന്തെങ്കിലും സൗകര്യമായ എന്താ സൗകര്യങ്ങളോ ശാരീരികമായ വിഷമങ്ങളൊക്കെ ഉണ്ടാകാം. അത് മനസ്സിലാക്കുന്ന ഒരു ജനമാണ് നമുക്കുള്ളത്. ഒരു സംശയവുമില്ല. നമ്മളെക്കാൾ കൂടെ മനസ്സിലാക്കുന്ന ജനം അവിടെയുള്ളത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവിടെ നിയന്ത്രണം ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും ചെയ്യാത്തൊരു കാര്യമാണ് അതൊക്കെ. അങ്ങനെ നിയന്ത്രണം ഏൽപ്പിച്ച് തന്നെ ചേട്ടൻ വളരെ ചിട്ടയും ക്രമമായിട്ട് വന്നാൽ ചേട്ടൻ കടന്നു വന്നിട്ട് പിന്നെ പെരുമാറ്റം ഒരു പക്ഷേ ഒരു ഇടവകയെപ്പെടാത്ത ആളുകളായിരിക്കും വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ വരുന്നുണ്ടല്ലോ. കത്തോലിക്ക വൈദികൻ എല്ലാവരുടേതുമാണ്. അവിടെ ആര് വേണമെങ്കിലും കടന്നു വരാം. അത് വിശ്വാസിക്കും വരാം, നമ്മുടെ വിശ്വാസം ഇല്ലാത്തവർക്കും വരാം, ക്രൈസ്തവർക്കും വരാം, അല്ലാത്തവർക്കും വരാം. അവർ കടന്നു വരുമ്പോൾ നീ ആരാ, നീ എവിടുത്തെ ഒക്കെ ചോദിച്ചാൽ നിനക്കെന്നാ ഇവിടെ കാര്യം, നീ ഇവിടുത്തെ ഇടപെട്ടല്ലോ, എനിക്കൊന്നും എന്നോട് പറയാനില്ലെന്ന് പറയുന്നത് തിരിച്ചയക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ മനോഭാവമായിരിക്കില്ല, കർത്താവിൻ്റെ മനോഭാവമായിരിക്കില്ല. അതുകൊണ്ട് ആർക്കും സമീപിക്കാവുന്ന ഒരു മനുഷ്യനാണ്, ഹൃദയം കൊണ്ട് ശ്രമിക്കുന്ന മനുഷ്യൻ. അത് വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭരണ സംവിധാനം സംബന്ധിച്ചിടത്തോളം സോളമൻ രാജാവിൻ്റെ ഭരണ സംവിധാനം ദാവീദിൻ്റെ തുടർച്ചയാണ്. അദ്ദേഹത്തിന് ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിരുന്ന രാജാവാണ് ദാവീദ്. അതുകൊണ്ട് എല്ലാത്തിനും ഒന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സോളമന് കഴിഞ്ഞിരുന്നു. ദാവീദ് രാജാവിൻ്റെ ആദ്യ ഘട്ടങ്ങളൊക്കെ ഭംഗിയായിട്ട് പോയെങ്കിലും രണ്ടാം ഘട്ടം വന്നപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം തളർന്നുപോയി. മനസ്സിൻ്റെതായ വിഷമതകൾ ഉണ്ടായി. തൻ്റെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടതാണ് വന്നു ഭവിച്ചതെങ്കിലും, ദൈവത്തിൻ്റെ ശിക്ഷയാണ് വന്നു ഭവിച്ചതെങ്കിലും ഒരുപാട് അസ്വസ്ഥതകളുണ്ടായി. അതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാണ്ട് പോയി. അപ്പോൾ അത് ഭരണ സംവിധാനത്തിൽ സർവ്വസൈന്യാധിപനായ ബെനായിയെ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. കാരണം ഈ യോബാബ് എന്ന് പറയുന്ന വ്യക്തി സഹോദരി പുത്രനാണ്. അദ്ദേഹത്തെ ചില സാഹചര്യങ്ങളിലൊക്കെ തെറ്റായ രീതിയിൽ പെരുമാറിയുണ്ട്, രണ്ടുപേരെ വധിക്കാനൊക്കെ ഇടയായി. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വാസ്തവത്തിൽ അധികം അംഗീകരിക്കാൻ മാറ്റി നിർത്തിയിട്ട് ബെനായിക എന്ന് പറയുന്ന ആളിനെ ഒക്കെ ഉണ്ട്. അങ്ങനെ ആ ബെനായിയെ കൂട്ടിയാണ് ഈ രാജാവിനെ രാജവാഴ്ചയ്ക്ക് വേണ്ടി സ്ഥാനാരോഹണത്തിന് മുമ്പ് തന്നെ രാജവാഴ്ച നടത്താനായിട്ട് പറഞ്ഞയക്കുന്നത്. അതുപോലെ തന്നെ സാദോക്ക് എന്ന് പറയുന്ന പുരോഹിതൻ, അബിയാത്ര എന്ന പുരോഹിതനെ എന്താണ് ദൈവമായി പറയുന്ന മറ്റൊരു അദോണിയ എന്ന് പറയുന്ന ആ രാജകുമാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാജാവാകാൻ അദ്ദേഹത്തിന് കൂടെ നിന്നതുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനപ്രശ്നമാവുകയും സ്ഥാനത്ത് മാറ്റപ്പെടുകയും അതിന് പകരമായിട്ട് മറ്റൊരാൾ സാദോക്ക് എന്ന് പറയുന്ന ആൾ, അതിൽ നിന്നാണ് സദൂച്ചിയർ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടാകും. ഏതായാലും ഒരു ഈജിപ്ത് അതിൻ്റെ മാതൃകയായിട്ട് കിടക്കുന്നുണ്ട്. ഈജിപ്തിൻ്റെ പല മാതൃകകളും സോളമൻ രാജാവ് സ്വീകരിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. നമ്മുടെ കാര്യവിചാരിപ്പുകാരനുണ്ടായി, അതൊരു ഈജിപ്തുകാരനായിരുന്നു, കാര്യവിചാരിപ്പുകാരൻ ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ എല്ലാം അവരുടെ രാജ്യത്തു നിന്നുള്ളവരായിരിക്കില്ല, അദ്ദേഹത്തിന് വിശ്വസ്തതയുള്ള മറ്റുള്ളവരെയും സ്വീകരിച്ചിരുന്നു വേണം മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് കാര്യവിചാരകൻ എന്ന് പറയുന്നയാളും, അതായത് സെക്രട്ടറിയാണ്, കൊട്ടാര വിചാരിപ്പുകാരൻ, രാജാവ് കഴിഞ്ഞാലുള്ള ആളാണ്. പണ്ട് ഈജിപ്തിലെ ജോസഫിന് കൊടുത്ത അധികാരമാണ്. അതായത് കൊട്ടാര വിചാരിപ്പുകാരനായിരുന്നു ജോസഫ് എന്ന് പറയുന്നത്. പിന്നെ 12 പ്രവിശ്യകളായിട്ട് അദ്ദേഹം തിരിച്ചിട്ട് അധികാരം വികേന്ദ്രീകരിച്ചു. അവിടെ വന്ന ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറയാം, ഗോത്രങ്ങളുടെ പ്രാധാന്യം കുറയാനായിട്ട് ഇടയായി. അപ്പം അങ്ങനെ പോയി സമ്പൽ സമൃദ്ധിയിലേക്ക് രാജ്യം വളരുകയാണ്. സോളമൻ്റെ കാലഘട്ടം വളരെ ഭയങ്കരമായ, വാസ്തവത്തിൽ പറഞ്ഞാൽ ദാവീദിന് നൽകിയ ആ വാഗ്ദാനം ഇവിടെ പൂർത്തിയാക്കപ്പെടുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന് രാജകൊട്ടാരത്തിൽ 40 ടൺ ധാന്യമായിരുന്നു കൊട്ടാരത്തിന് ചിലവുകൾക്കെന്ന് വേണ്ടി ഭക്ഷണം. അപ്പോൾ എന്തുമാത്രം ആ രാജകൊട്ടാരം, എന്തുമാത്രം വിപുലമായ ആളുകൾ, എന്തുമാത്രം എത്ര ഭയങ്കരമായ തിരക്കുള്ള ഒരു സങ്കേതമായിരുന്ന കാര്യം. 40 ടൺ ധാന്യം
ഒരു ദിവസത്തെ ഭക്ഷണത്തിന് കൊട്ടാരത്തിൽ ഉപയോഗിക്കേണ്ടി വന്നിരുന്നു എന്ന് പറയും. അപ്പം അതുകൊണ്ട് തന്നെയല്ല ഈ രാജാവിൻ്റെ ഏറ്റവും വലിയ കുതിരസവാരി ഭയങ്കര ഇഷ്ടമായ തേര്, അതുകൊണ്ട് കുതിര, ഇത് രണ്ടും ഭയങ്കര താല്പര്യമാണ്. നമ്മൾ ഇസ്രായേലിൽ ചെന്നാൽ ഗവേഷകന്മാരും ആർക്കിയോളജിസ്റ്റ് അവർ കുതിരലായം, സോളമൻ്റെ കുതിരലായം എന്ന് പറഞ്ഞ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് പൊക്കിയെടുത്ത് തെളിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇപ്പം കുതിര ഇങ്ങനെ പോകുമ്പം കല്ല് പാകുമല്ലോ, ആ കല്ല് പാകുന്നതിൻ്റെ മുകളിലൂടെയാണ് കുതിര പോകുന്നത്. അപ്പം കുതിര പോകുന്നത് ആ കല്ല് പാകിയത് അവിടെ കിടപ്പുണ്ടെന്നെല്ലാം ഈ പറയുന്ന ആർക്കിയോളജിസ്റ്റുകൾക്കറിയാം, ഗവേഷകർക്കറിയാം. അവരെന്ത് ചെയ്യുന്നു, ഗവേഷണം നടത്തിയവർ കുഴിച്ച് എന്നിട്ട് സോളമൻ രാജാവിൻ്റെ കുതിരലായത്തിൻ്റെ ഈ കല്ല് പാകിയ സ്ഥലത്ത് ചെന്നെത്തി അത് തെളിച്ചവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ചരിത്രപരമായ സംഭവങ്ങളായിട്ടൊക്കെ നാം മനസ്സിലാക്കണം, ദേവസ്വത്തിൽ കാണുന്നതൊക്കെ. അതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കണം, കടൽ തീരം പോലെ വിശാലമായ ഹൃദയം അവന് കൊടുത്തു എന്നുള്ളതാണ്. ഇതാണ് കടൽ തീരം പോലെ വിശാലമായ ഹൃദയം അവന് കൊടുത്തു. അപ്പോൾ ജനം മുഴുവൻ അദ്ദേഹത്തിൻ്റെ സേവകരായി. വാസ്തവത്തിൽ നേരെ തിരിച്ചുമുണ്ട് അതിനകത്തൊരു പ്രശ്നം. സാമുവേൽ വഴിയായിട്ട് ദൈവം പറഞ്ഞായിരുന്നു, രാജാവ് ഉണ്ടായിക്കഴിഞ്ഞാൽ രാജാവിന് സേവകരായിട്ട് ജനം മാറും. തിരിച്ചാ വരേണ്ടി, ജനത്തിന് സേവകരായിട്ട് രാജാവ് വരണ്ടേ. ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ്. ഈ രാജാവിന് സേവകരായിട്ട് ജനം മാറി. ഇപ്പോൾ അവിടെ തന്നെ രാജഭരണത്തിൻ്റെ നിഷേധാത്മകമായ വശങ്ങൾ. 1 സാമുവേൽ 8-ാം അധ്യായം 10-17 വാക്യങ്ങൾ ഇത് വളരെ കൃത്യമായി മുൻകൂട്ടി സാമുവേൽ വഴി കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളെ രാജാവ് ഉണ്ടാക്കിയ, വാസ്തവത്തിൽ നമ്മളെ രാജാവ് യഹോവയാണ്, അല്ലാതെ രാജാവ് ഉണ്ടാക്കി വരാൻ പോകുന്നത് എങ്ങനെയാണ്, നിങ്ങളെല്ലാം സേവകരായിട്ട് മാറും. അപ്പോൾ അളവറ്റ സ്വത്ത്, അതോടൊപ്പം തന്നെ കലാസാഹിത്യ പ്രതിഭകൾ, അതുപോലെ തന്നെ ചരിത്രം, അതുപോലെ ഇതൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച സംഗതികളാണ്. അതുകൊണ്ട് അതിഭയങ്കരമായ രീതിയിൽ നയതന്ത്ര ബന്ധങ്ങൾ അദ്ദേഹം വളർത്തിയെടുത്തു. വിവിധ ഭാഷകളിലും അതുപോലെ വിവിധ ജനതയുടെ ജ്ഞാന ശേഖരങ്ങളിലും പ്രാവീണ്യമുണ്ടായി. ഗ്രന്ഥപ്പുരകൾ, ലൈബ്രറികൾ അദ്ദേഹം ഉണ്ടാക്കി. ഇപ്പം തന്നെ ഒരുപാട് മൃഗശാലകളുണ്ടായി, പിന്നെ പഠന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഇതൊക്കെ സോളമൻ്റെ കാലഘട്ടത്തിൽ വന്ന വലിയ പ്രത്യേകതകളാണ്. അപ്പോൾ അങ്ങനെ ജ്ഞാനികൾ സോളമൻ രാജാവിനെ കാണാനായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുമായിരുന്നു. അപ്പോൾ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് ജെറുസലേം പരിണമിക്കുക. കാരണം വാസ്തവത്തിൽ ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും ഉന്നതി പ്രാപിച്ചിരുന്ന ഒരു ഘട്ടമായിരുന്നു സോളമൻ രാജാവിൻ്റെ ജീവിതകാലം എന്നൊക്കെ ഇപ്പോൾ മനസ്സിലാക്കുക. ഇപ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 3-4 അധ്യായങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ സന്ദേശം. ഇന്ന് കിട്ടുന്ന സന്ദേശം എന്തൊക്കെയാണ്? നാം പ്രാർത്ഥിക്കുന്ന വിവേകം എന്ന പുണ്യത്തിന് വേണ്ടിയിട്ട്. രണ്ടാമത് സംബന്ധിച്ച് നമ്മൾ ജനത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് ബുദ്ധി കൊണ്ടായിരിക്കരുത്, ഹൃദയം കൊണ്ടായിരിക്കണം. അവൻ്റെ വേദനകളെ മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന മനോഭാവം നമുക്ക്, അനുകമ്പ നമ്മുടെ സ്വന്തമായിട്ടുണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ആ അനുകമ്പയുള്ള സമീപനത്തിൽ പാവങ്ങളുടെ പരിഗണന നൽകുവാൻ നമ്മൾ തയ്യാറാണ്. നമ്മളെ സമീപിക്കുന്ന ആളെ മാറ്റി നിർത്താൻ പറ്റില്ല. ഏത് തരത്തിലുള്ള ആളായാലും നമ്മളെ അടുത്ത് വരാനുള്ള സംലഭ്യത, ആ പ്രാപ്യത നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇവിടെ 2 സ്ത്രീകൾ എന്ന് പറഞ്ഞ് വേശികളാണ് രാജാവിനെ കാണാണ്ട് വന്നത്. അങ്ങനെ അറിയപ്പെടുന്ന വേശികളാണ് വരുന്നതെങ്കിൽ അവരെ സ്വീകരിക്കാൻ രാജാവ് തയ്യാറായെങ്കിൽ നമ്മുടെ അടുത്തേക്ക് എന്തെല്ലാം തരത്തിലുള്ള ആളുകൾ വരും. ആരെയും മാറ്റി നിർത്താൻ പാടുള്ളൂ. ഇവിടെ സമാപിപ്പിക്കേണ്ടത് വിചിന്തനങ്ങൾ ഈ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശേഖരയും പിതാവാദ്യത്തിൻ്റെ സ്നേഹവും വിസ്താരമായ സഹവാസവും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.